ഹോസ്പിറ്റൽ അഡ്മിൻസ് അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറഞ്ഞുതരട്ടെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് ജോലി ചെയ്യുന്ന വ്യക്തികളാവാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികളാവാം, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ പോകുന്ന കുട്ടികളാകാം. നമ്മളെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഒരു ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്, അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഒരു ബെസ്റ്റ് എംപ്ലോയി ആക്കി നിങ്ങളെ മാറ്റുന്നത് ഒരിക്കലും നമ്മൾ പഠിച്ച കോഴ്സ് കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി സ്പീഡായി ചെയ്തുകൊണ്ട് മാത്രമല്ല. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ പഠിച്ച കോഴ്സും സ്പീഡും അത്യാവശ്യമാണ്, പക്ഷേ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ഗ്രോത്താണ് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത്. ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ ഹോസ്പിറ്റലാവുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പരാതികളുണ്ടാവും. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു പരാതി പറയുമ്പോൾ പെട്ടെന്ന് അത് പോയിട്ട് അത് ചാടിക്കയറി സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മളത് കേൾക്കാൻ ശ്രമിക്കുക, മുഴുവനായിട്ടത് കേൾക്കുക. പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ ഈ കേൾക്കുക എന്നുള്ളത്, ആ ഒരു സംഭവം നമ്മൾ മറന്നു പോവുകയാണ്. അത് ആദ്യം മുഴുവനായിട്ട് കേട്ട് ആ പേഷ്യൻ്റ് പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് വളരെ റേസായി നിൽക്കുകയാണ്, ഡോക്ടറെ കാണിക്കാൻ അല്ലെങ്കിൽ ഒ പിയിൽ വന്ന് കുറേ നേരം ഇരിക്കുന്ന സമയത്ത് നമ്മൾ അത് മുഴുവനായിട്ട് കേൾക്കുക. എന്താണ് അവർ പറയുന്നത്? ചാടിക്കയറി നമ്മൾ അവർ ഡിഫെൻസീവ് ആവരുത്. നമ്മളത് കേട്ടതിന് ശേഷം ഒരു സോറി പറഞ്ഞതിന് ശേഷം, ഡിലേ ആയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് എന്നൊക്കെ വളരെ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു നോക്കൂ. പേഷ്യൻറ്റിന് നമ്മൾ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ആരും മാറുന്നത്, നിങ്ങൾ മാറുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. രണ്ടാമത്തെ പോയിന്റ്, സ്പീക്ക് വിത്ത് ക്ലാരിറ്റി ആൻഡ് കാംനെസ് ആണ്. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് വരുന്നത് ഒരുപാട് പ്രയാസങ്ങളോട് കൂടിയിട്ടാണ് പേഷ്യൻറ്റും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും വരിക. അപ്പോൾ അവരെടുത്ത് നമ്മളൊരു പ്രോബ്ലംസ് അവർ പറയുന്ന സമയത്ത് ഒരിക്കലും അവരെടുത്തൊരു വാഗ് ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ജാർഗൻ വേർഡ്സുകൾ, നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ടേംസുകൾ, മെഡിക്കൽ ടേംസുകളൊന്നും പറഞ്ഞ് അവരോട് എന്തെങ്കിലും സംസാരിക്കരുത്. വളരെ കാമായിട്ട് റെസ്പെക്റ്റോട് കൂടി വേണം അവരോട് സംസാരിക്കാൻ. കാരണം ഓൾറെഡി ഒരു വിഷമത്തിൽ നിൽക്കുന്ന ആളുകളാണ് അവർ. കാരണം എന്താണെന്നറിയോ, ഡോക്ടേഴ്സുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ പേഷ്യൻസിനെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളാണ്. നിങ്ങളിലൂടെയാണ് ആ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻ്റ് എത്തുന്നത്. സോ യു ആർ ദ ഫേസ് ഓഫ് ദാറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാം, റെസ്പെക്റ്റോട് കൂടി ക്ലിയർ ആയിട്ട് സംസാരിച്ച് പഠിക്കുക. സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് സംസാരിക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അദ്ദേഹം വളരെ റേസായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് ഞാൻ എത്താമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പേഷ്യൻറ്റിനോട് പറയുകയാണ് ഡോക്ടർ ഇപ്പോൾ തിരക്കിലാണ്, ഒരു 15 മിനിറ്റ് എടുക്കും വരാൻ. പേഷ്യൻ്റ് വീണ്ടും റേസ് ആവുമല്ലേ, നമ്മുടെ ടോണ് മാറി, സംസാരിക്കുന്ന രീതി മാറി. അതേ സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡോക്ടറെ വിളിച്ചിരുന്നു കേട്ടോ, ഡോക്ടർ പറഞ്ഞു 15 മിനിറ്റ് കൊണ്ട് നിങ്ങളെ കാണാമെന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടും ഒരേ സെൻറ്റൻസ് ആണ്, പക്ഷെ പറയുന്ന രീതിയിൽ മാറ്റം വരുത്തുക. കാം ആൻഡ് റെസ്പെക്റ്റോട് കൂടി വേണം സംസാരിക്കാൻ. മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞുതരാം, ഹാൻഡ്ലിങ് ഡിഫിക്കൾട്ട് കോൺവെർസേഷൻ ഗ്രേസ്ഫുള്ളി. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനെ ഭംഗിയായിട്ട് സോൾവ് ചെയ്യുക. ഹോസ്പിറ്റലാകുമ്പോൾ സ്ഥിരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബില്ലിങ്ങിലായിക്കോട്ടെ, അക്കൗണ്ട്സിലായിക്കോട്ടെ, പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്നിടത്തായിക്കോട്ടെ, ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ പ്രോബ്ലത്തെ വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് പഠിക്കണം. കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വലിയ ടെക്നിക്കൽ ടേംസും കോംപ്ലിക്കേറ്റഡ് വേർഡ്സും പറയുന്നതല്ല. മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യുക. ഒരു എക്സാമ്പിൾ തരാം. അവിടെ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നോക്കേണ്ടത് അക്നോളജ്, റീഅഷ്യൂർ, ആക്ട് എന്ന് പറയുന്നൊരു മെത്തേഡിലേക്ക് ഉപയോഗിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു, പേഷ്യൻ്റ് ഓൾറെഡി ടെൻഷനിലാണ്, പേഷ്യൻ്റ് ഓൾറെഡി പ്രയാസത്തിലാണ്. അവരെ ദേഷ്യപ്പെടുത്തരുത്, അവരെ സങ്കടപ്പെടുത്തരുത്. അവർ പറയുമ്പോൾ ഒന്ന് അക്നോളജ് ചെയ്യൂ, സോറി കേട്ടോ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്ന് ആ ഒരു മിസ്റ്റേക്ക് വന്നതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് അവർ റീഅഷ്വറൻസ് ആണ് കൊടുക്കേണ്ടത്, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ കേട്ടോ. എന്നിട്ട് അവരെടുത്ത് പറയുക, ഓക്കെ സാറ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടെ റിപ്പോർട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ റിപ്പോർട്ട് ഡിലേ ആയത് എന്താണെന്ന് നോക്കാമെന്ന് വീണ്ടും ആ ലാബ് ഇത് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അക്നോളജ്, റീഅഷ്യൂർ, ആക്ട് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കൂ, എത്ര സിമ്പിളായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ റെസ്പോൺസിബിളായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കരിയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. സോ ഹെൽത്ത് കെയർ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം കൊടുക്കുക. താങ്ക് യു സോ മച്ച്.